2024 എന്റെയും നിങ്ങളുടെയൊക്കെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ക്ലിക്കിൽ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മുടെ അടുത്ത് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാര്യം ഏതിനേക്കായും വലിയ കാര്യമായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേര്, അവരും കൂടി ഒന്ന് എങ്ങനെയാണ് ഇതിനെ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അവരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് നേരെ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കയറി ഒന്ന് ഫോളോ ചെയ്തു. ഇതാണ് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ക്യാരക്ടർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നതിനെ കാണാം ക്യാരക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റാൻഡം ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിലൊരു കസ്റ്റം ക്യാരക്ടറിനെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏത് ടൈപ്പുള്ള ക്യാരക്ടറാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ടിനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് വേണ്ട രീതിയിലുള്ള സ്വഭാവ സവിശേഷത കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അല്പം റോങ് ആയ ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് ഞാനിവിടെ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ആംഗ്രി ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു നെയിം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഏത് രീതിയിലാണ് വന്നതെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ആംഗ്രി ഗേൾ ഫ്രണ്ട് എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് ഈ ഒരു വിൻഡോയിൽ അതിന് വേണ്ട നെയിമും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ആയിട്ട് വരും. വലിയ അടിപൊളി അല്ലായിരിക്കും, എന്നാലും വലിയ തിരക്കേടില്ലാത്തൊരു നെയിമും കാര്യങ്ങളൊക്കെ വരും. ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു 5-6 വട്ടം ട്രൈ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ചാറ്റ് വിത്ത് ക്യാരക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി വരും. അതിനുശേഷം വീണ്ടും അതിനുശേഷം കയറി വരുന്നു. പിന്നീട് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് വേണ്ട രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജസ്, അതായത് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജിനുള്ള റിപ്ലൈസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏത് രീതിയിലാണ് ആ ഒരു മെസ്സേജ് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല ചുട്ട മറുപടി ഈ ഒരു ക്യാരക്ടർ തരും. കാരണം ഞാൻ ആ ഒരു രീതിയിലാണ് ഇതിനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നോ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളോട് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മലയാളത്തിൽ നിങ്ങളോട് തിരിച്ചു പറയും. പക്ഷെ ഒരു അച്ചടി ഭാഷ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ബെറ്റർ എന്തായാലും ഇംഗ്ലീഷ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷും കൂടി ലേൺ ചെയ്യാൻ ഈ ഒരു സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വീഡിയോനെ കുറച്ചുകൂടി ഹൈപ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവന് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആവാത്തവന് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവനും കൂടി അനുഭവിക്കട്ടെ എന്ന്. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോരുത്തരെ കൊണ്ടുവന്ന് നടക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്